ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാരാണോ നിങ്ങൾ? അടുത്ത 7 ദിവസത്തിനുള്ളിൽ സർവ്വ ഐശ്വര്യങ്ങളും തേടിയെത്തും. പണമഴയിൽ നിങ്ങൾക്ക് മുങ്ങിക്കുളിക്കാവുന്ന ദിവസങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത്. 2024 ഓഗസ്റ്റ് 18 മുതൽ 24 വരെയുള്ള സമ്പൂർണ്ണ വാരഫലമാണ്. പൊതുവെ ഈ ആഴ്ച ചില രാശിക്കാർക്ക് ബിസിനസ്സിൽ വളരെയധികം ഗുണകരമായ നേട്ടങ്ങൾ സമ്മാനിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കേണ്ടി വരുന്ന രാശിക്കാരുമുണ്ട്. ജോലിയിൽ വളരെയധികം ഉയർച്ചയും ലക്ഷ്യം ലഭിക്കുന്ന ചില രാശിക്കാരുമുണ്ട്. കുട്ടികളുടെ നല്ല വാർത്തകളാൽ സന്തോഷം ലഭിക്കുന്ന ചില രാശിക്കാരും, ബിസിനസ്സിൽ നിന്ന് വളരെയധികം ധന നേട്ടങ്ങൾ വന്നെത്തുന്ന രാശിക്കാരുമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ചില നല്ല വാർത്തകൾ വന്നു ചേരും. സാമ്പത്തിക വിജയം, കാര്യവിജയം എന്നിവയും വന്നു ചേരും. 12 രാശിക്കാരുടെ 2024 ഓഗസ്റ്റ് 18 മുതൽ 24 വരെയുള്ള വാരഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ ആഴ്ച മേടം രാശിക്കാർക്ക് രോഗങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ ശുഭകരവും വിജയകരവും ആയിത്തീരും. ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ വന്നു ചേരും. അത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ആഗ്രഹിച്ച വിജയം ലഭിക്കും. നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും വളരെയധികം പുരോഗതി കൈവരിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. ഉപജീവന മാർഗം തേടി അലയുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം വന്നു ചേരുന്നതാണ്. ദാമ്പത്തിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വളരെയധികം സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, പകുതി. ഇടവ രാശിക്കാർക്ക് ഈ ആഴ്ച അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ ആഴ്ച നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുവാൻ അധികമായ അധ്വാനവും പരിശ്രമവും ആവശ്യമായി വരും. ആഴ്ചയുടെ മധ്യത്തിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനോ നിങ്ങൾ കൂടുതൽ പണം ചെലവഴിച്ചേക്കാം. ഈ സമയത്ത് ചില കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഇത് പരിഹരിക്കുന്നതിൽ ഒരു മുതിർന്ന വ്യക്തി ഒരു പ്രധാന പങ്ക് വഹിക്കും. ഭൂമിയും കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതിക്ക് പുറത്ത് തീർപ്പാക്കിയാൽ വളരെയധികം നന്നായിരിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇടവ രാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം, പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ. ആഴ്ചയുടെ തുടക്കത്തിൽ പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ചില നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. തൊഴിലില്ലാത്തവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും പദ്ധതിയിലോ ബിസിനസ്സിലോ ഉള്ള മുൻ നിക്ഷേപം വലിയ ലാഭം സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അധികാരവും സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ആശ്വാസമുണ്ടാകുന്നതാണ്. ജോലി തിരക്കുകൾക്കൊപ്പം ഭക്ഷണശീലവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അല്ലാത്ത പക്ഷം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം, കാൽ, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച മനസ്സും സംസാരവും പെരുമാറ്റവും നിയന്ത്രിച്ചില്ലെങ്കിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ വന്നെത്തും. ആഴ്ചയുടെ തുടക്കത്തിൽ ജോലി സ്ഥലത്തെ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രമോഷനുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകളും കേൾക്കുവാൻ സാധിക്കും. ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ആളുകൾക്കും ഈ ആഴ്ച
മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം. ജോലിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ദീർഘദൂര യാത്രകൾ സാധ്യമാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ മനസ്സ് പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പങ്കാളിയുടെ ആരോഗ്യകാര്യം നിങ്ങളെ വളരെയധികം ആശങ്കപ്പെടുത്തും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം, കാൽ. ചിങ്ങ രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം വിജയവും ഭാഗ്യവും ലഭിക്കുന്ന ഒരു സമയമാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ആഗ്രഹിച്ച വിജയം നിങ്ങൾക്ക് നൽകും. സമൂഹത്തിൽ ബഹുമാനം വളരെയധികം വർദ്ധിക്കുന്നതാണ്. മുതിർന്നവരും സ്വാധീനമുള്ളവരുമായ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് നിങ്ങളുടെ ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും. ഭൂമിയും കെട്ടിടവും വാങ്ങുവാനും വിൽക്കുവാനുമുള്ള ആഗ്രഹം സഫലമാകുന്നതാണ്. ഈ ആഴ്ച കുട്ടികളുമായി ബന്ധപ്പെട്ട നേട്ടവും സന്തോഷവും വർദ്ധിപ്പിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. ആരോഗ്യം സാധാരണ നിലയിൽ തുടരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, പകുതി. കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം സമ്മിശ്രമായ ഫലങ്ങളാണ് സമ്മാനിക്കുക. ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് ഒരു പ്രധാന കാരണമായി മാറും. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലികൾ പൂർത്തീകരിക്കുന്നതിന് ഒരു തടസ്സമായി തീരും. ഭൂമി, കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നതാണ്. പങ്കാളിത്തത്തോടെ ബിസിനസ് നടത്തുന്നവർ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നത് വളരെയധികം അപകടം സൃഷ്ടിക്കും. അല്ലാത്ത പക്ഷം അവർക്ക് സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരുന്നതാണ്. പ്രയാസകരമായ സമയങ്ങളിൽ നിഴൽ പോലെ നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാൽ. ആഴ്ചയുടെ തുടക്കത്തിൽ തുലാം രാശിക്കാർക്ക് തൊഴിൽ, ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ജോലി ഭാരം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഈ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ കുടുംബത്തിൽ പിരിമുറുക്കവും സൃഷ്ടിക്കും. പങ്കാളിയുമായുള്ള എന്തെങ്കിലും തർക്കം കാരണം നിങ്ങൾ വിഷാദ അവസ്ഥയിൽ തുടരുന്നതാണ്. എന്നിരുന്നാലും ഈ സാഹചര്യം അധികം കാലം നിലനിൽക്കില്ല. ഭാഗ്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഭാഗത്ത് വന്നെത്തുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കുവാൻ ആലോചിച്ചിരുന്ന ആളുകളുടെ ആഗ്രഹം ഈ സമയത്ത് സാധ്യമാകും. ഏത് വലിയ തീരുമാനവുമെടുക്കുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളുടെയും പിന്തുണ നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. വൃശ്ചിക രാശിക്കാർക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം ധൈര്യമായി അവയെ നേരിടേണ്ടി വരും. ഏതെങ്കിലും പരീക്ഷ അല്ലെങ്കിൽ മത്സരത്തിന് തയ്യാറെടുക്കുന്ന ആളുകൾ വിജയത്തിനായി വളരെയധികം അധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ജോലി സ്ഥലത്ത് വെളിപ്പെടുത്തരുത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ എതിരാളികൾ അവയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ദീർഘദൂര അല്ലെങ്കിൽ ഹ്രസ്വദൂര യാത്രകൾ വേണ്ടിവരും. ഈ കാലയളവിൽ പണമിടപാടുകൾ അതീവ ജാഗ്രത പാലിക്കുക. അല്ലാത്ത പക്ഷം സാമ്പത്തിക നഷ്ടം സംഭവിക്കുവാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതം നിങ്ങളുടെ വളരെയധികം സന്തോഷകരമായിരിക്കും. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ. നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആഗ്രഹിച്ച സ്ഥാനം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ സമയത്ത് കുട്ടികളുടെ ഭാഗത്തു നിന്നും നല്ല വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. നിങ്ങൾ വളരെ കാലമായി നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചോ അതുമല്ലെങ്കിൽ ഇതിനകം നടത്തുന്ന ബിസിനസ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചോ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ആഗ്രഹം ഈ ആഴ്ച പൂർത്തിയാകും.
നിങ്ങളുടെ ബന്ധുക്കളുമായുള്ള തെറ്റിദ്ധാരണകളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. പരസ്പര സ്നേഹം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തീരുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം അവിട്ടം പകുതി. മകരം രാശിക്കാർക്ക് മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. ശാന്തമായ മനസ്സോടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഭൂമി, കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കം നിങ്ങളുടെ ആശങ്കയ്ക്കുള്ള പ്രധാന കാരണമായി തീരുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ ആവശ്യമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾക്കോ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ വിദേശത്ത് സ്ഥിര താമസമാക്കുവാനോ ജോലി നേടുവാനോ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനായി കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. ഏതെങ്കിലും സ്കീമിൽ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു വിദഗ്ധനെ സമീപിക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളുടെ ഉപദേശം സ്വീകരിക്കുവാൻ മറക്കരുത്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം പകുതി, ചതയം പോരുരുട്ടാതി മുക്കാൽ. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച തൊഴിൽപരമായും ബിസിനസ് പരമായും വളരെയധികം ഉയർച്ച വരുന്ന ഒരു സമയമാണ്. ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾ വളരെ കാലമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ സഹായത്താൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റപ്പെടും. തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. നല്ല അവസരങ്ങൾ ലഭിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഭാവിയിൽ വലിയ ലാഭത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. പരീക്ഷ അതുമല്ലെങ്കിൽ മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തീരുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി രേവതി. മീന രാശിക്കാർക്ക് ഈ ആഴ്ച ശുഭകരവും വിജയകരവുമാണ്. തൊഴിൽ തേടി അലയുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഗ്രഹിച്ച സ്ഥാനമോ ഉത്തരവാദിത്തമോ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം വളരെയധികം അനുകൂലമാണ്. പഠിക്കാനോ ജോലി ചെയ്യുവാനോ വിദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഭൂമി, അതുമല്ലെങ്കിൽ കെട്ടിടങ്ങൾ, അതുമല്ലെങ്കിൽ പൂർവിക സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എല്ലാ രീതിയിലും പരിഹരിക്കപ്പെടും. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. ബിസിനസ്സിൽ ആഗ്രഹിച്ച ലാഭവും പുരോഗതിയും വന്നെത്തും. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.